ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു സ്ക്വാഡ് ബിൽഡിംഗ് വീഡിയോ ആണ്. ചാനലിനകത്ത് വീഡിയോ ആണിത്. ഇതിൽ നമ്മൾ എടുക്കുന്ന മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോയ്ച്കോവിച്ച് ആണ്. സ്റ്റോയ്ച്കോവിച്ച് ക്യുക്ക് കൗണ്ടറും ഔട്ട് വൈഡും 80 പ്രോഗ്രഷൻ വരുന്നുണ്ട്. അതാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ക്യുക്ക് കൗണ്ടറാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം ഗോൾ കീപ്പറിനെ ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഗോൾ കീപ്പർ എൻ്റെ ഒരു ഒലിവർ ഖാൻ ആയിരുന്നു ആദ്യത്തെ ഗോൾ കീപ്പർ. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു സ്പിന്നിൽ പീറ്റർ ചെക്കിനെ കിട്ടിയായിരുന്നു. ഇവിടെ നമ്മൾ പീറ്റർ ചെക്കിനെയാണ് ഗോൾ കീപ്പറായിട്ട് ചൂസ് ചെയ്യുന്നത്. ലെജൻഡ് ആയതുകൊണ്ട് ഞാൻ സബിൽ വേറെ ആരും വെക്കുന്നില്ല. 103 വരും. എൻ്റെ സ്കോറിലെ ഏറ്റവും വലിയ പ്ലെയർ പീറ്റർ ചെക്കാണ്. നല്ലൊരു പെർഫോമൻസ് വരുന്നുണ്ട്. പക്ഷേ ഈ അപ്ഡേറ്റിൽ കുറച്ച് ഗോൾ കീപ്പേഴ്സിന് കുറച്ചൊരു സീൻ വന്നിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അടുത്ത ലെഫ്റ്റ് ബാക്കിനെയാണ് സെലക്ട് ചെയ്യുന്നത്. ലെഫ്റ്റ് ബാക്കായിട്ട് എല്ലാവരും മിക്ക 98% ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഈ പ്ലെയറിനെ തന്നെയായിരിക്കും. പോസ്റ്റക്രൂട്ടാണ് നമ്മുടെ ലെഫ്റ്റ് ബാക്കായിട്ട് എടുത്തേക്കുന്നത്. കിട്ടിലും പെർഫോമൻസാണ് വന്നിട്ടിരിക്കുന്നത്. ബാക്കിയുള്ള എപ്പിക് കാർഡ്സിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ കാർഡാണെങ്കിലും നല്ല അടിപൊളി പെർഫോമൻസാണ്. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത റൈറ്റ് ബാക്കിനകത്ത് ഞാൻ ഫ്രീ ആയിട്ട് കിട്ടിയ നെക്സ്റ്റ് പ്ലെയർ ബെൻ വൈറ്റിനെയാണ് എടുത്തേക്കുന്നത്. ജോർജീനയും പിന്നെ ഹാവേർട്സും ഉണ്ടായിരുന്നു തോന്നുന്നു ആ ബാക്കിൽ. അപ്പോൾ ഞാൻ ചൂസ് ചെയ്ത് ബെൻ വൈറ്റിനാണ്. കാരണം എനിക്ക് റൈറ്റ് ബാക്ക് ഇല്ലായിരുന്നു. ഞാൻ അവിടെ കിമ്മിച്ചിൻ്റെ ഒരു കാർഡാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കാർഡ് നല്ല കിടലായിട്ട് കളിക്കുന്നത്. അപ്പോൾ നമ്മൾ റൈറ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്ക് ചൂസ് ചെയ്യുമ്പോഴത്തേനും ഒരു സൈഡ് ഡിഫെൻസീവ് ഒരു സൈഡ് ഒഫൻസീവ് ആയിരിക്കണം. അത് ഞാനിപ്പോൾ കാണിച്ചത് 2 കാർഡ്സിൻ്റെ. നെക്സ്റ്റ് CB ചൂസ് ചെയ്യണം. CB ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഒരു ബിൽഡപ്പിനെയും ഡിസ്ട്രോയറിനും എടുക്കണം. ബിൽഡപ്പായിട്ട് ഇവിടെ ബെക്കംബറിനെ എടുത്തേക്കുന്നത്. അതും ഫ്രീ ആയിട്ട് കിട്ടിയത് മിക്കവരുടെയും കാണും. എല്ലാവർക്കും അത്ര നല്ല അഭിപ്രായം അല്ലെങ്കിലും എനിക്ക് നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. നെക്സ്റ്റ് ഡിസ്ട്രോയറായിട്ട് നെസ്റ്റ് എടുത്തിരിക്കുന്നത്. നെസ്റ്റ് ഞാൻ എൻ്റെ കയ്യിലുള്ള ബാക്കിയുള്ള കാർഡ്സിന് വെച്ച് നോക്കുമ്പോഴത്തേന് കിട്ടിയ പെർഫോമൻസ് ആയിരുന്നത്. ഞാൻ എൻ്റെ ടീം സ്ക്വാഡിൽ ഏറ്റവും കൂടുതൽ കളി വെച്ചെങ്കിൽ എനിക്കൊന്ന് നെസ്റ്റ് എന്ന് തോന്നുന്നു. 97 ടാക്ലിംഗ് ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പുള്ളിയെ കടന്നു പോകാൻ വേണ്ടി. പിന്നെ സബ്ബായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് റൂബൻ ഡയസിനെയാണ്. റൂബൻ ഡയസിൻ്റെ ഈ കാർഡ് കോയിൻ പർച്ചേസിനകത്ത് ഡേവിഡ് വിയയുടെ കാർഡിനകത്ത് കൂടെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ടുഡിഗർ, ഇത് നോമിനേറ്റിംഗ് കോൺട്രാക്ട് ടുഡിഗർ. സ്റ്റാറ്റ്സ് വെച്ച് നമ്മൾ ഒരു കാർഡിന് ഒന്നും പറയാൻ പറ്റത്തില്ല. അതിന് ഓരോ കാർഡിന് അതിൻ്റേതായ പ്ലേ സ്റ്റൈലുണ്ട്. ഈ റുഡിഗർ വരുന്ന പെർഫോമൻസ് കിട്ടണം കളിയാണ്. അപ്പോൾ ഇവർ 2 ഡിസ്ട്രോയറിനെയാണ് സബ്ബായിട്ട് വെച്ചേക്കുന്നത്. ഫോം അനുസരിച്ച് ഇറക്കും. പിന്നെ എന്തായാലും ഇവിടെ ഇപ്പോൾ ഡിസ്ട്രോയേഴ്സിനെ ഡിഫെൻസ് ചെയ്തിട്ടേ ഇറക്കാറുള്ളൂ. കാരണം ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ ഡിസ്ട്രോയേഴ്സ് നല്ലപോലെ കയറി പോകുന്നൊരു ഇഷ്യൂസ് ഉണ്ട്. നെക്സ്റ്റ് ചൂസ് ചെയ്യുന്നത് DMF ആണ്. DMF ആയിട്ട് ഈ ഡെക്ലാറേഷൻ ഇത് പഴയൊരു കാർഡാണ്. നോമിനേറ്റിംഗ് കോൺട്രാക്റ്റിൽ തന്നെ വന്നൊരു കാർഡാണ്. നല്ല പെർഫോമൻസാണ്. ഇതും സ്റ്റാറ്റ്സ് വെച്ചല്ല ഞാൻ എടുത്തേക്കുന്നത്. പെർഫോമൻസ് നല്ല കിട്ടലാണ്. സ്റ്റാറ്റ്സും ഉണ്ട് അത്യാവശ്യം നന്നായിട്ട്. ഇത് പിന്നെ റോഡ്രി ആങ്കർമാനായിട്ട് റോഡ്രി എടുത്തേക്കുന്നത്. നമ്മൾ ഡിഫെൻസീവ് എടുക്കുമ്പോഴത്തേന് ഒരു ആങ്കർമാൻ പ്ലസ് ഒരു ഓർക്കസ്ട്രേറ്റർ അങ്ങനെയാണ് സാധാരണ മിക്കവരും ചൂസ് ചെയ്യാറ്. അപ്പോൾ എനിക്ക് ഇവിടെ റൈസൻ നല്ല പെർഫോമൻസ് ആയതുകൊണ്ട് ഞാൻ ഡിസ്ട്രോറായിട്ടും റൈസിനെ തന്നെ യൂസ് ചെയ്യുന്നത്. നല്ല സ്റ്റാറ്റ്സും പെർഫോമൻസ് എല്ലാം ഉണ്ട്. പിന്നെ സബിൽ ഞാൻ വെച്ചേക്കുന്നത് കെസിമേറോയും പിന്നെ ആങ്കർമാനായിട്ട് കെസിമേറോയാണ്. പിന്നെ ഷാമിനി, ഇത് ബോക്സ് ടു ബോക്സ് ഷാമിനി. ഇതെനിക്ക് സ്പിന്ന് കിട്ടിയ ഇതുവരെ എൻ്റെ കുറേ ഷാമിനിയുടെ കാർഡുണ്ട് പല പ്ലേ സ്റ്റൈലുള്ളത്. പക്ഷേ ഇത് നല്ല പെർഫോമൻസ് ആയിരുന്നു. ബോക്സ് ടു ബോക്സ് കാർഡാണ്. ഇതിന് കസിമേറോ ആങ്കർമാൻ. കസിമേറോയുടെ എല്ലാ കാർഡും അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരുന്നു. ആങ്കർമാനായിട്ട് അഗ്രഷൻ നല്ല പോലെ ഉള്ളതുകൊണ്ട് 99 അഗ്രഷൻ ഉണ്ട് ഈ കാർഡിന്. അപ്പോൾ നല്ല യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് വിങ് ആണ്. അപ്പോൾ ലെഫ്റ്റ് വിങ് ആയിട്ട് ഇപ്പോൾ നമുക്ക് കിട്ടിയ വിനീഷ്യസിൻ്റെ കാർഡാണ്. മറ്റേ പോയിൻറ്റ്സ് വെച്ച് വാങ്ങിക്കുന്ന കാർഡാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പീഡും നല്ല ഡ്രിബ്ലിങ്ങുള്ള കാർഡ്സാണ് മെയിനായിട്ട് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ വിങ് യൂസ് ചെയ്യുന്നത്. ഈ കാർഡിന് നല്ല സ്പീഡും ഓൾമോസ്റ്റ് 96 സ്പീഡ് അങ്ങനെയുണ്ട്. ഡ്രിബ്ലിങ്ങും 99 അങ്ങനെയുണ്ട്. അതുപോലെ സബിൽ ഞാൻ ചെയ്യുന്നത് ഡെൽസൺ ഹോൾപ്പേറാണ്. ഇതേപോലെ തന്നെ നല്ല സ്പീഡ് 95 സ്പീഡ് 100 ആക്സലേഷൻ അങ്ങനെ കണ്ടുണ്ടായിരുന്നു പുള്ളിയുടെ സ്പീഡ് വരുന്നത്. പിന്നെ 99 ഡ്രിബ്ലിങ്ങും ഉണ്ട്. പക്ഷേ ഫിനിഷിംഗ് ഒന്നും ഇല്ല ഡെനിൽസൺ, അതുകൊണ്ടാണ് ഞാൻ സബിൽ വെച്ചിരിക്കുന്നത്. പക്ഷേ വിനീഷ്യസിന് അത്യാവശ്യം ഫിനിഷിംഗ് ഉണ്ട്.
നല്ലപോലെ കട്ട് ചെയ്ത് കയറി പോകാനൊക്കെ പറ്റുന്നുണ്ട്. ഞാൻ വിങ്ങിക്കൂടാണ് കളിക്കുന്നതെങ്കിലും ഞാൻ ക്രോസ് ഇട്ട് കളിക്കുന്ന പ്ലെയറല്ല, കട്ട് ചെയ്ത് അകത്ത് കയറാനാണ് മാക്സിമം നോക്കാറ്. ഈ 4-4 ഫോർമേഷൻ ആയതുകൊണ്ട് നമ്മുടെ സ്ട്രൈക്കേഴ്സിനും വിങ്ങേഴ്സിനും നല്ലൊരു റോളുണ്ട് ഇവിടെ. അറ്റാക്കിങ് ഫാസ്റ്റായിട്ട് നടക്കേണ്ടതുകൊണ്ടാണ് ഫാസ്റ്റായിട്ടുള്ള പ്ലേയേഴ്സിന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇനി അടുത്തത് ചൂസ് ചെയ്യാനുള്ളത് റൈറ്റ് വിങ് ആണ്. റൈറ്റ് വിങ്ങിന് ഞാൻ ഇങ്ങനെ സ്പീഡുള്ള പ്ലേയേഴ്സ് വേണമെന്ന് പറഞ്ഞെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മുടെ പൊസിഷനോ അല്ലെങ്കിൽ സ്റ്റാറ്റ്സോ അല്ല ഒരു കാർഡിൻ്റെ പെർഫോമൻസ് തീരുമാനിക്കുന്നത്. എല്ലാ കാർഡിനും അതിൻ്റെ പെർഫോമൻസ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഗോൾ പോർച്ചർ കാർഡിനാണ്. നമ്മുടെ ക്രിസ്ത്യാനോയുടെ പ്ലെയർ ഓഫ് ദി വീക്കിൽ വന്നൊരു കാർഡാണിത്. ഞാൻ അധികം ഇങ്ങനെ കണ്ടിട്ടില്ല ഈ കാർഡ് ആരും എടുക്കുന്നത്. ക്രിസ്ത്യാനോയെ തന്നെ നമ്മൾ കുറച്ചാണ് കാണുന്നത്, മിക്കവരുടെയും ലെജൻഡ് ക്രിസ്ത്യാനോയെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാർഡ് പിന്നെ ഗോൾ പോർച്ചർ ആണെങ്കിലും നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വിങ്ങിൽ യൂസ് ചെയ്യാറില്ലായിരുന്നു, പക്ഷേ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഇത് നല്ലപോലെ കളിക്കുന്നുണ്ട്. സെൻട്രൽ ഫോർവേഡായിട്ട് കളിപ്പിക്കുമ്പോൾ കിള്ളും കളിയാണ്. സബ് പിന്നെ ഈ സലയുടെ കാർഡാണ് യൂസ് ചെയ്യുന്നത്. ഇത് സ്റ്റാർട്ടിങ്ങിന് എനിക്കൊന്ന് ഈ ഫുട്ബോൾ സ്റ്റാർട്ടിങ് വന്ന സ്പിന്നിനകത്ത് നിന്ന് എനിക്ക് കിട്ടിയ കാർഡാണ് തോന്നുന്നു. 101 ആയിരുന്നു. നല്ല 90 ആക്സിലേഷൻ, 90 സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫിനിഷിംഗ് ഉണ്ട് 90. നല്ലൊരു പെർഫോമൻസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് സബിലാണ് യൂസ് ചെയ്തേക്കുന്നത്. കാരണം എനിക്ക് ചില സമയത്ത് സല നല്ലപോലെ കളിക്കുന്നില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ സബ് വെച്ചേക്കുന്നത്. എന്നാലും ഫോം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യും. ഫോമുള്ള ആരാണോ അയാളെ ആദ്യം ഇറക്കും. റോമിംഗ് ഫ്ലാങ്കാണ് സലയുടെ കാർഡ്. അതിൻ്റേതായ ഇഷ്യൂസാണുള്ളത്. ഞാൻ റോമിംഗ് ഫ്ലാങ്ക് അങ്ങനെ ഇഷ്ടമല്ല. ഈ വിനീഷ്യസ് റോമിംഗ് ഫ്ലാങ്ക് ആണെങ്കിലും ഈ സ്പീഡ് ഉള്ളതുകൊണ്ട് സലയെക്കാട്ടിലും സ്പീഡ് എന്തായാലും ഉണ്ട്. അതുകൊണ്ട് നല്ലപോലെ കളിപ്പിക്കാൻ പറ്റും. ഇനി കട്ട് ചെയ്ത് പോകാനും ഡ്രിബിൾ ചെയ്യാനൊക്കെ നല്ലപോലെ പറ്റും. ഇപ്പോൾ സെൻട്രൽ ഫോർവേഡ് ഫെർണാണ്ടോ ടോറസിന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു 10-16 കളി കളിപ്പിച്ചെന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് 12 ഗോളം കണ്ടുണ്ട്. നല്ല ഫിനിഷിങ്ങും എല്ലാം ഇതിപ്പോൾ ഞാൻ കസ്റ്റം പ്രോഗ്രഷൻ കൊടുത്തേക്കുന്നത് നമ്മൾ മല്ലു പെസ് മാസ്റ്ററിൻ്റെ പ്രോഗ്രഷൻ നോക്കി ഇട്ടിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് പെർഫോമൻസ് എടുത്തുണ്ട് ആ പ്രോഗ്രഷൻ ഇട്ടപ്പോൾ. അതിന് മുമ്പ് എനിക്ക് തോന്നി ഈ കാർഡ് ഇത്ര ശോകമാണ്. പക്ഷേ ആ പ്രോഗ്രഷൻ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല കളിയായിരുന്നു. എങ്ങനെയൊക്കെ പുള്ളി ഓടി വരുന്നുണ്ട് നമ്മൾ ബോൾ ത്രൂ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും. പിന്നെ കൂടെ കളിപ്പിക്കുന്ന എംബാപ്പെ. ഈ എംബാപ്പെ ഫ്രീ ആയിട്ട് കിട്ടിയ മിക്കവരുടെയും കാണും. ഞാൻ അങ്ങനെ എല്ലാവരും യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. ഈ ചിലവരൊക്കെ ചാമ്പ്യൻസ് ലീഗിൻ്റെ വെർഷനും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബൂസ്റ്റർ എംബാപ്പെ. അങ്ങനെ ഈ കാർഡ് നല്ല സ്റ്റാറ്റ്സിനെക്കാട്ടിലും പെർഫോമൻസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് എപ്പിക്സിനെ സബിലിരുത്തിയിട്ട് പോലും ഇതിനെ ഇറക്കുന്നത്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെൻട്രൽ ഫോർവേഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും 2 ഗോൾ പോസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എർലിംഗ് ഹാലൻഡിൻ്റെ ഗോൾ പോസ്റ്റർ കാർഡാണിത്. സൂപ്പർ സബ് സ്കില്ലുണ്ട്. സെക്കൻഡ് ഹാഫിൽ ഇറക്കി വിടാൻ വേണ്ടിയുള്ള നമ്മുടെ വജ്രായുധമാണല്ലോ. മിക്കവരുടെയും വജ്രായുധമാണ് ഹാലൻഡെന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കാർഡ് നല്ല സ്പീഡും 99 ഫിനിഷിംഗ് ഉണ്ട്. ഗോൾ പോസ്റ്റർ കാർഡ് റെയറാണല്ലോ ഹാലൻഡിൻ്റെ. പിന്നെ സബിലുള്ളത് നമ്മുടെ ഡേവിഡ് വിയയും അത്യാവശ്യം നല്ല ഡമ്മി റണ്ണറാണ്. അതിൻ്റെ ഇഷ്യൂസേ ഉള്ളൂ. പക്ഷേ ആങ്കർമാൻ ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അതിൽ ആങ്കർമാൻ്റെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലപോലെ കളിക്കും. പിന്നെ സബിലുള്ള പ്ലെയർ എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ അലക്സാണ്ടർ അർണോൾഡ്, പിന്നെ റഫീനെ ഞാൻ വെച്ചേക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ റഫീനെ ലെഫ്റ്റ് വിങ് റൈറ്റ് വിങ് കളിക്കും. പക്ഷേ മെയിൻലി ലെഫ്റ്റ് വിങ് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് പുള്ളി വെച്ചിരിക്കുന്നത്. റൈറ്റ് വിങ്ങിലാണ് കൂടുതലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ. ലെഫ്റ്റ് വിങ്ങിൽ ഓട്ടോമാറ്റിക്കലി വരുമെങ്കിലും നമുക്കുള്ള സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റും. റൊണാൾഡോ ആണ് സത്യം പറയുന്നത് ഇതിനകത്ത് യൂട്ടിലിറ്റി പ്ലെയറായിട്ട് ഞാൻ വെച്ചിരുന്നത്. റൊണാൾഡോ റൈറ്റ് മിഡായാലും ലെഫ്റ്റ് മിഡായാലും വിങ്ങും എല്ലാം നമ്മൾ അറ്റാക്കിങ്ങിന് വേണ്ടി ആ 4 പ്ലെയേഴ്സുള്ള അത്രയും ഫോർമേഷനിലും പുള്ളി കളിക്കാൻ പറ്റും. അപ്പോൾ യൂട്ടിലിറ്റി പ്ലെയർ എന്തായാലും നമ്മുടെ സ്ക്വാഡിൽ മിക്കവാറും വേണം. പിന്നെ കൂടുതൽ ആൾക്കാരും കണ്ടിട്ടുണ്ട് ഈ ഡിഫെൻസീവ് സബ് പ്ലെയേഴ്സിനെ കുറയ്ക്കാൻ നോക്കുന്നത്. പക്ഷേ അത് സത്യം പറഞ്ഞാൽ മണ്ടത്തരമാണ്. സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ നമ്മുടെ ഡിഫൻഡേഴ്സ് സ്റ്റാമിന ഒക്കെ കുറയുമ്പോഴത്തേന് അവെയർനെസ് കുറവായിട്ടുള്ള പ്ലെയേഴ്സ് പൊസിഷൻ കുറച്ച് വ്യത്യാസമായിട്ട് കളിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മളതൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പോൾ എൻ്റെ ഈ 2 പ്ലെയേഴ്സിനും നല്ല ഡിഫൻസീവ് അവെയർനെസ് ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ സീനില്ല. സ്റ്റിൽ ഞാൻ എന്നിട്ട് സബ് വെച്ചിട്ടുണ്ട് 2 പ്ലെയേഴ്സ്. ഞാൻ ഇറക്കുകയും ചെയ്യും അവർ. നമുക്ക് നല്ല ഒരു
വ്യത്യാസം കാണാൻ പറ്റും സ്റ്റാമിന കുറഞ്ഞവരെ മാറ്റി ഇറക്കുമ്പോഴത്തേന്. അപ്പോൾ ഇതാണ് എൻ്റെ സ്ക്വാഡെന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇത്രയും കാര്യം നോക്കിയാൽ മതി. ഗോൾ കീപ്പർ ഇഷ്ടമുള്ളവർ യൂസ് ചെയ്യാം. ബാക്ക് നോക്കുമ്പോഴത്തേന് ഒരു ഡിഫെൻസീവും പിന്നെ ഒരു ഡിഫെൻസീവ് പ്ലെയർ അപ്പുറത്തൊരു ഒഫൻസീവ് പ്ലെയറും വേണം. ഞാൻ ഒഫൻസീവ് പ്ലെയറിനെ ഡിഫെൻസീവ് സെറ്റ് ചെയ്താണ് കളിപ്പിക്കാറ്. പിന്നെ ഒരു CB നമുക്ക് ഒരു ഡിസ്ട്രോയർ പ്ലസ് ഒരു ബിൽഡപ്പ് വേണം. പിന്നെ DMF 2 പേര് വരും ഇതിനകത്ത്. ആങ്കർമാൻ പ്ലസ് ഓർക്കസ്ട്രേറ്റർ അല്ലെങ്കിൽ ആങ്കർമാൻ പ്ലസ് ഡിസ്ട്രോയർ ആണെങ്കിൽ കയറി പോകുന്ന വിഷയമുള്ളതുകൊണ്ട് ഡിസ്ട്രോയറിനെ ഡിഫെൻസീവ് സെറ്റ് ചെയ്ത് വേണം കളിപ്പിക്കാൻ. ഞാൻ ഇതിൽ റൈസിനെ അറിയപ്പെടാം. റൈസ് ഇപ്പോൾ നിലവിൽ ഡിഫോമിലാണ്, അതുകൊണ്ട് റൈസിനെ എപ്പോഴും ഇറക്കാൻ പറ്റാറില്ല. അപ്പോൾ ഞാൻ അവിടെ ഒരു ബോക്സ് ടു ബോക്സ് ആയിട്ടുള്ള എൻ്റെ ചാമ്പ്യനെ യൂസ് ചെയ്യാറ്. അപ്പോൾ എനിക്ക് സെറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെസ്റ്റേയും പിന്നെ നമ്മുടെ ബെൻവൈറ്റിനെയും ഡിഫെൻസീവായിട്ട് സെറ്റ് ചെയ്ത് കളിപ്പിക്കാറ്. പിന്നെ നമ്മുടെ സ്ട്രൈക്കിങ്ങിൻ്റെ അവിടെ വരുമ്പോഴത്തേന് ലെഫ്റ്റ് വിങ് റൈറ്റ് വിങ് നല്ല സ്പീഡി പ്ലെയേഴ്സിനെ യൂസ് ചെയ്യുക. സ്പീഡ്, ഫിനിഷിങ്, ഡ്രിബ്ലിങ്, പിന്നെ ബാലൻസും നോക്കും. ഇത്രയും ഭാഗത്ത് നല്ലപോലെ സ്റ്റാറ്റ്സ് ഉള്ളവർ യൂസ് ചെയ്തു. അല്ലെങ്കിൽ പിന്നെ സ്പീഡ് എന്തായാലും വേണം, സ്പീഡും ഡ്രിബ്ലിങ്ങും എന്തായാലും വേണം. ബാക്കിയൊക്കെ പിന്നെയും കുഴപ്പമില്ല, നമുക്ക് ചൂസ് ചെയ്യാം, നമുക്ക് നല്ല പെർഫോമൻസ് ആയിരുന്നു പ്ലേയർ. ഗോൾ പോച്ചേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലേയേഴ്സിന് യൂസ് ചെയ്യാം. ഗോൾ പോച്ചർ ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടമായ പ്ലേയേഴ്സാണ് സെൻറ്റർ ഫോർവേഡ് കളിക്കുന്നത്. സ്റ്റാറ്റ്സിലൊന്നും ഒരു കാര്യമില്ല, പെർഫോമൻസിലാണ് കാര്യം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യണം. ചാനലിൽ ആദ്യത്തെ വീഡിയോ ആണ്. ഞാനിപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ ഞാനിപ്പോൾ ഡിവിഷൻ 5-ലാണുള്ളത്. ഞാൻ ഇനിയുള്ള ഡിവിഷൻ കയറുന്ന അത്രയും എൻ്റെ എക്സ്പീരിയൻസ് ഇതിനകത്ത് പോസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്ത് സഹായിക്കുക.